ഹായ് ഓൾ. ഇന്ന് എന്തറിയോ, ഈ ഒരു മിക്സ് കൊണ്ട് നമ്മൾ രണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നതോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബജീൻ്റെ മുളക് നമ്മൾ മേങ്ങിട്ട് കൊണ്ടുവരണം. ഇത് മേങ്ങിട്ട് ഞാനില്ലേ 2-3 ദിവസമായി, അതുകൊണ്ട് കുറച്ച് ബാടിയിട്ടുണ്ടാവോ. കൊണ്ടുവരുമ്പോൾ നല്ല പങ്കുണ്ടായി കാണാൻ. ഇതിപ്പോൾ ബാടിപ്പോയിന്. അപ്പൊ ഞമ്മക്കിനില്ലേ നടുവില് മുറിച്ചിട്ട് ഇതിന്റെ ബിത്തെല്ലാം ചാടിയിട്ട് നല്ല ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ കയറ്റെടുക്കുക. ഇങ്ങനെ ആക്കുന്നതിന് അറിയാമോ? ഇതിന്റെ എരിവ് പോവാൻ വേണ്ടിട്ടാവോ, പോവാതിരിക്കാനല്ല, എരിവ് പോവാൻ വേണ്ടിയിട്ട്. എരിവുണ്ടെങ്കിൽ പിള്ളേർക്കൊന്നും തിന്നാൻ കഴിയലാലോ. അപ്പൊ ഞമ്മ കാച്ചുമ്പോ ഇങ്ങനെ കാച്ചല്ലേ എപ്പോഴും. ഇതിന്റെ ബിത്തെല്ലാം ചാടിയിട്ട് ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് വെക്കുന്ന, ഇളം ചൂടുവെള്ളത്തിൽ. അപ്പൊ ഇതിന്റെ എരിവെല്ലാം പോന്ന്, അപ്പൊ പിള്ളേർക്കും തിന്നാൻ കഴിയുന്നു. അപ്പൊ ഇതിനെ മുക്കാനുള്ള മിക്സ് നമുക്ക് ഉണ്ടാക്കാം. മിക്സ് ആക്കുന്നത് എങ്ങനെ അറിയോ? കടലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക. കടലപ്പൊടിന്റെ കണക്ക് പറയുന്നില്ല, നിങ്ങളിൽ എത്ര മുളകുണ്ട് അത് മുക്കാനുള്ള കടലപ്പൊടി ഇതിലേക്ക് ഇടണം. ഇപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കൊടുക്കുക. ഉപ്പ് ഫസ്റ്റ് കുറച്ചിട്ടാൽ മതിയോ, നോക്കിയിട്ട് കലക്കിയിട്ടാകുമ്പോൾ നമുക്ക് അതിലിടാൻ കഴിയുന്നത്. പിന്നെ കാശ്മീരിന്റെ മുളക് പൊടി കുറച്ച്, അതൊരു സ്പൂണെല്ലാം ഇട്ടോ. പിന്നെ കുറച്ച് സോഡപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊരു നുള്ളിട്ട് കൊടുത്താൽ മതി, കുറെ ഇട്ട് കൊടുക്കണ്ട. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിന്റെ പേസ്റ്റ്, ഇത് ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിന്, അതിന് തന്നെ ഇട്ട് കൊടുത്തത്. ഇതിട്ടിട്ടാകുമ്പോഴേ ഒരു നല്ല മണം വരുന്നു ഈ മിക്സിന്, അതിനാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. എല്ലാം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മെല്ലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. വെള്ളം കുറച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ കലക്കി കൊടുത്താൽ മതി. ഒറ്റയടിക്ക് വെള്ളം കൂട്ടിയിട്ട് ഈ മിക്സ് വെള്ളമായി പോണ്ട. ഇത് കുറച്ച് കട്ടിയിൽ തന്നെ വേണം. എന്താ പറയുക, മുളക് മുക്കിയിട്ട് എടുക്കുമ്പോൾ മുളകിൽ ഈ മിക്സ് നിൽക്കണ്ടേ, ഇല്ലെങ്കിൽ കാലിമുളക് തന്നെ ആയി പോവല്ലേ കാച്ചിട്ടാകുമ്പോൾ. അപ്പൊ ഇതിനെ നല്ല പാങ്ങല കട്ടൊന്നുമില്ലാതെ നമ്മൾ കലക്കിയിട്ട് എടുക്കണം. ഇത് മെയിൻ സ്റ്റെപ്പാണ് ഇതിലത്തെ. കട്ട ഉണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞമ്മ ഇങ്ങനെ നല്ല പാങ്ങല കലക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇതിന് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തോ. ഉപ്പിട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി ഞമ്മയില്ലേ വെള്ളത്തിൽ നിന്ന് മുളകിനെല്ലാം കൊടിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രൈ പാന് ഗ്യാസിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ വെച്ചിട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഞമ്മ മുളകിനെ ആ മിക്സിലേക്ക് മുക്കിയിട്ട് എണ്ണക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതില്ലേ ഞാനിപ്പോൾ എണ്ണ ചൂടായിനാണ് നോക്കുന്നത്. ജസ്റ്റ് അതിലേക്ക് കുറച്ച് മിക്സ് ഇട്ടിട്ട് നോക്കുന്നത്. എണ്ണ ചൂടായിനെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിട്ട് വരുമോ. അപ്പോൾ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിലേക്ക് മുളകിന് ഓരോന്നോരോന്ന് മുക്കിയിട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഇതാ നമ്മൾ ഓരോരോ മുളകായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ കൈ പൊള്ളാതെ നോക്കണോ. മുളക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ലേ, കായുമ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് നമുക്ക് കോരിയിട്ട് എടുക്കാം. അത്ര തന്നെ പണിയുള്ളത്. ഇവിടെ ഇല്ല ജെല്ലുച്ചാക്ക് ഭയങ്കര ഇഷ്ടം. ഏടെ തട്ടുകടയിൽ മുളക് ബജി കണ്ടെങ്കിൽ അപ്പം വേങ്ങും. അപ്പൊ ഞങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. മുളക് കിട്ടിയിട്ടാകുമ്പല്ലോ നേരിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമന്റിൽ പറയാവോ ഇഷ്ടമുണ്ടായെന്ന്. മുളക് കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതിനെ കോരിയിട്ട് എടുക്കാം. നെക്സ്റ്റ് എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഉരുളക്കിഴങ്ങിന്റെ ബജ്ജി. ഇങ്ങനെ ഉരുളക്കിഴങ്ങിന്റെ ബജ്ജി എന്ന് പറയുമ്പോൾ വലിയ ഇഷ്ടപ്പെടുന്നു തോന്നിയില്ല. ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടാണ് പറയുമ്പോൾ. ഇത് ജല്ലിച്ച പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിലേക്ക് തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൂടി ഫ്രൈ ആക്കിയത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി. അതിന്റെ ഇടയിൽ ഞാൻ ഒരു മുളക് ബജ്ജി തിന്നുകയും ചെയ്തോ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ തിന്നലുണ്ടാ? ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോ ഇടക്ക് തിന്നുകയും ചെയ്യും. പിന്നെ അതിനില്ല നമ്മൾ സ്ലൈസറിൽ നല്ല റൗണ്ട് ആയിട്ട് സ്ലൈസ് ആക്കിയിട്ട് എടുക്കുന്നത്. ഉരുളക്കിഴങ്ങിനെ സ്ലൈസർ ഇല്ലെങ്കിൽ കത്തിയിലും നമുക്കിങ്ങനെ ബജ്ജിയാക്കാനുള്ള അതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്താൽ മതി. ഉരുളക്കിഴങ്ങിലേക്കില്ലേ നമ്മൾ നല്ല വെള്ളം കൂട്ടിയിട്ട് ഒരിക്കൽ കൈയിട്ടെടുക്കണോ. എന്നിട്ട് മുപ്പട്ട് മുളക് കാച്ചി അതേ മിക്സിലേക്ക് തന്നെ മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. മുമ്പെല്ലാം ഞാൻ വിചാരിച്ചു നീ ഉരുളക്കിഴങ്ങായി പാങ്ങുണ്ടാവലെന്ന്. മാത്രമില്ലേ ഫ്രൈ ആക്കിയിട്ട് തിന്നുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തന്നെ. നമ്മളെ കിഴങ്ങ് കാച്ചിയാനായിട്ട് നല്ല പാങ്ങുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണോ. ഇത് ഇനി കായ്മക്ക് തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ടിട്ട് ഫ്രൈ ആകുമ്പോൾ കോരിയിട്ട് എടുത്താൽ മതി.
ഇതിൻ്റെയൊക്കെ ഇല്ലേ സോസ് കൂട്ടാ അല്ലെങ്കിൽ നല്ല ചട്നി കൂട്ടാ നല്ല പങ്കുണ്ടാന്നോ. അങ്ങനെ ഇതാ ഒരു പാത്രം നിറച്ചപ്പായി ഇനി നമ്മ തിന്നുന്നത്. അപ്പൊ ഓക്കെ, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ഉരുളൊക്കെ എങ്ങനെ ഉണ്ടാക്കി നോക്കാവോ, എന്നിട്ട് ടേസ്റ്റ് ഉണ്ടാന്നല്ലോ പറയും. അപ്പൊ ഞമ്മ ചായ കുടിക്കാൻ പോന്ന്. ഓക്കെ, ബൈ ബൈ.